Welcome guys, welcome to the second session of our chapter 1, Indian economy and the eve of independence. So in the last session we discussed about the conditions of agriculture and industrial sector during the colonial rule. So today we are going to discuss what the condition of foreign trade. What was the condition of foreign trade during British rule? So we all know that India was exporting raw materials. India was exporting a lot, exporting raw materials. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അധിക ഗുഡ്സും ക്യാഷ് ക്രോപ്സും എല്ലാം ബ്രിട്ടനിലേക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്യാണ്. സോ ഇന്ത്യ വാസ് എക്സ്പോർട്ടിങ് എ ലോട്ട് ഓഫ് raw material. So mainly India's foreign trade was associated with Britain only because they won't allow us to associate to other countries. ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനവും ബ്രിട്ടനിലേക്ക് വേണ്ടിയിട്ടും ബ്രിട്ടൻ്റെ റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ എക്സ്പോർട്ടിൻ്റെ മെയിൻ എക്സ്പോർട്ട് ഇവരുമായിട്ടാണ്, ബ്രിട്ടനുമായിട്ടാണ്. സോ അവർ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ പറയാം ബ്രിട്ടൻ എന്ന് പറയുന്നത് നേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ, ഈവൻ ദോ വി ഹാഡ് വാട്ട് export relations with Ceylon. Present Ceylon means what? Sri Lanka, China, Persia എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഇറാൻ. We had some kind of relations with these countries also, but mainly our exporting was to what? Britain only. And we imported what? Finished goods. അതായത് discussing the industrial sector, we said that India was a mere exporter and a market for finished goods. The same thing was happening here. We are exporting raw material, we are importing finished goods. So then even though India had a surplus in export. What do you mean by surplus? Surplus എന്ന് വെച്ചാൽ എന്താ? ഒരധികം, അതായത് എക്സ്പോർട്ട് കൂടുതൽ എന്നുള്ളൊരു അർത്ഥമാണ് സർപ്ലസ്. അതായത് എക്സ്പോർട്ടിന് എന്താണ് ഇമ്പോർട്ടിനേക്കാളും കൂടുതലായിരുന്നു. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടാക്കിയ ഫിനിഷ്ഡ് ഗുഡ്സ് ഫുള്ള് ഇന്ത്യയിലേക്കൊന്നുമല്ല ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത്. സോ ദേവർ എക്സ്പോർട്ടിങ്, അവർ അവിടെ നിന്ന് ഉണ്ടാക്കിയ ഗുഡ്സ് എക്സ്പോർട്ടിങ് റോ മെറ്റീരിയൽസ്. India was exporting raw materials to industries of Britain and the goods produced in industries of Britain was sold all over the world. ലോകത്തേക്ക് മൊത്തം വേണ്ട റോ മെറ്റീരിയൽസും കൂടിയാണ് അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനവും ഇന്ത്യയിലേക്ക് തന്നെ അല്ല തിരിച്ചു വരുന്നത്, ലോകത്തെ എല്ലാ സ്ഥലത്തേക്കും അവരുടെ പ്രൊഡക്ട്സ് വിറ്റ് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ആയിരുന്നു ഇന്ത്യയുടെ കൂടുതൽ. എന്തിനെക്കാട്ടോ? ഇമ്പോർട്ടിനെക്കാട്ടോ. എക്സ്പോർട്ട് വാസ് മോർ ദാൻ ഇമ്പോർട്ട്. So we say that we had a export surplus. So നമ്മുടെ ഒരു രാജ്യത്തിന് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടാവുക, അതായത് ഒരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ടിനേക്കാളും കൂടുതൽ എക്സ്പോർട്ട് ആണെങ്കിൽ ആ രാജ്യത്തിന് എന്തുണ്ടാവും എന്ന് വെച്ചാൽ മെച്ചം ഉണ്ടാവും. ദാറ്റ് കൺട്രി വിൽ ഹാവ് good growth because right now the present scenario of India is that India is importing more goods rather than export. ഇന്ത്യയിൽ എക്സ്പോർട്ട് കുറവാണ്. ഇന്ത്യയിൽ പെട്രോൾ പോലത്തെ വലിയ ഗുഡ്സ് എല്ലാം ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യാണ്. നേരെ മറിച്ച് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടാവുക. സോ we should have had growth because we were having export surplus. നമുക്ക് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഡസൻറ്റ് ട്രാൻസ്ഫോം ടു വാട്ട്? ഇന്ത്യയിലേക്ക് ഗോൾഡോ സിൽവറോ വരുന്നതിൽ എന്തില്ല, ഈ എക്സ്പോർട്ട് സർപ്ലസ് റിസൾട്ട് ചെയ്തിട്ടില്ല. നോ ഗോൾഡ് ഓർ അതായത് ഇതിൻ്റെ ലാഭമോ ഈ എക്സ്പോർട്ട് സർപ്ലസിൻ്റെ ലാഭമോ ഒന്നും ഇന്ത്യയിലേക്ക് എത്തിയില്ല എന്നർത്ഥം. ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്? ബ്രിട്ടൻ്റെ ഓഫീസിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ദേ സ്പെൻഡ് ഇറ്റ് ഫോർ വാർസ്. പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ബേസിക്കലി ബ്രിട്ടീഷേഴ്സ് were under control of India. Britishers are controlling India. So when they had an export surplus, but they were earning good amount of profit through export surplus. But all of this profit went to Britain and they spent it for wars, etc. and all. So India or Indians was not receiving any benefit of this export surplus. Plus നമ്മളെ ഈ ചില റോ മെറ്റീരിയൽസിൽ അവർ നമ്മളെ കമ്പൽ ചെയ്തിട്ടാണ് അവർ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഇന്ത്യയിലെ ഫുഡ് ഗ്രെയിൻസിൻ്റെ കൾട്ടിവേഷൻ വരെ കുറച്ചിട്ട് ക്യാഷ് ക്രോപ്സിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ തന്നെ നമ്മുടെ അവശ്യ സാധനങ്ങളായ റൈസും വീറ്റും എല്ലാം കുറഞ്ഞിട്ട് ഇവർ നമ്മളെ കൊണ്ട് കമ്പൽ ചെയ്തിട്ട് എന്താക്കുവാണ്, ഈ
ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കുന്നത്. സോ അതുകൂടാതെ ഒരു പ്രധാന ചേഞ്ച് വന്നിരുന്നത് എന്ന് വെച്ചാൽ സൂയിസ് കനാലിൻ്റെ വരവോടുകൂടി എന്താക്കുവാണ്, ബ്രിട്ടനിൻ്റെ ഈ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് വളരെയധികം ഇൻക്രീസ് ചെയ്യാണ്. വി ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് സെഷൻ ദാറ്റ് ദ മാപ്പ് ഓഫ് ദ വേൾഡ്, റൈറ്റ്? ദ യൂറോപ്പ് വാസ് ഹിയർ, we had Africa here, we had Arab countries here, Pakistan, അപ്പോൾ നമുക്ക് പിന്നെ we had India ഇവിടെ ഉണ്ടായിരുന്നു. This is India, okay? Imagine that this is India. I know it's hard for you guys to imagine this is India, but let me draw it some more good. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഒരു അറബ് കൺട്രീസ് ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് വി സേഡ് ദാറ്റ് ബ്രിട്ടീഷേഴ്സ് വാസ് കമ്മിങ് ദിസ് വേ, ഓൾ ദ വേ ആഫ്രിക്കയെല്ലാം കടന്ന് ഇങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. സോ ദർ വാസ് ഇതിലെ കൂടെ, അതായത് പിന്നെ ഈ എന്താക്കാണ് ഈ സൂയിസ് കനാല്, ഇതിലെയാണ് ഈ സൂയിസ് കനാല് ഉണ്ടാവുന്നത്. അതായത് ഈ മെഡിറ്ററേനിയൻ സീ, റെഡ് സീ എല്ലാം കടന്ന് ഒരു സൂയിസ് കനാൽ ഇവിടെ ഉണ്ടാവുകയാണ്. സോ അവർക്ക് എന്ത് വേണ്ട, they don't have to go all the way through Africa to come to India. Now they can easily come through Mediterranean Sea and Red Sea and then Arabian Sea. അപ്പോൾ ഈ ഒരു യൂറോപ്പിലേക്ക് ഇങ്ങനെ പോകേണ്ടിയിരുന്നത് സൂയിസ് കനാൽ വന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ പോകാന്നുള്ളൊരവസ്ഥയായി. ഇവിടെയാണ് നമ്മുടെ മെഡിറ്ററേനിയൻ സീ, എന്താണ് റെഡ് സീ എല്ലാം ഇവിടെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, സൂയിസ് കനാലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റി പോകേണ്ടത് ഇപ്പോൾ ഇതിലെ കൂടെ വേഗത്തിൽ എളുപ്പത്തിൽ കഴിയാൻ പറ്റിയത് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു സൂയിസ് കനാൽ എന്ന് പറയുന്ന ഒരു കനാൽ ഉണ്ടാക്കുന്നതിലൂടെ എന്തിന് കപ്പലുകൾക്കെല്ലാം ഇതിലെ കൂടെ പോകാൻ പറ്റുള്ള ഒരു അവസരം ഉണ്ടായി. സോ ദാറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റഡ് ഫോറിൻ ട്രേഡ്. അപ്പോൾ ബ്രിട്ടനിലേക്ക് ഇവിടെ നമ്മൾ എത്ര റോ മെറ്റീരിയൽസ് വാങ്ങിയാലും ഇത്രയും യാത്രാ ചെലവ് എത്രയോ കുറഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് മെയ്ഡ് way too easier by what? By the coming of Suez Canal. So these all things facilitated foreign trade in India. So next thing we are going to look is demographic conditions. So demography means what? Study of population. ഈ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ഇതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫി എന്ന് പറയുന്നത്, സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. സോ ദിസ് ഡെമോഗ്രാഫിക് കണ്ടീഷൻ ഓഫ് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ബ്രിട്ടീഷേഴ്സിന്റെ റൂളിന്റെ ടൈമിൽ. ഹൗ വി വിൽ അണ്ടർസ്റ്റാൻഡ് ഡെമോഗ്രാഫി? ഇന്ത്യയുടെ പോപ്പുലേഷനെ കുറിച്ചും ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ അവസ്ഥയല്ല എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? വി വിൽ ഗെറ്റ് ഇറ്റ് ത്രൂ വാട്ട്? സെൻസസ്. നമ്മുടെ ഈ 10 വർഷം കൂടുന്നവർ നമ്മളെ സെൻസസ് എടുക്കാൻ വേണ്ടി വരും. അടുത്ത സെൻസസ് 2021 വരികയാണ്. ലാസ്റ്റ് സെൻസസ് വാസ് ഇൻ 2011. So every 10 years, during every 10 years we conduct census. So the first census happened in 1881. It was conducted by Britishers only. So 1881 ഇന്ത്യയിലെ ഫസ്റ്റ് സെൻസസ് ഉണ്ടാവുന്നത്. സോ ആ സെൻസസിലൂടെയാണ് നമുക്ക് എന്താ ഒരു പോപ്പുലേഷൻ എങ്ങനെയാണ്, എത്രത്തോളം പ്രായമുള്ളവരുണ്ട്, എത്ര യുവാക്കളുണ്ട്, എത്ര ബർത്ത് റേറ്റ് ഉണ്ട്, എത്ര ഡെത്ത് റേറ്റ് ഉണ്ട് എന്നെല്ലാം ഈ സെൻസസിലൂടെയാണ് നമുക്ക് മനസ്സിലാവുക. സോ ഈ സെൻസസ് ഓരോ 10 വർഷം കൂടുമ്പോൾ നടക്കാറുണ്ട്. സോ ഈ 1921 മുന്നേ ഉള്ള ഫേസ് ബിഫോർ 1921 ഇന്ത്യ വാസ് എക്സ്പീരിയൻസിങ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഹൈ ബർത്ത് റേറ്റ്, ഹൈ ഡെത്ത് റേറ്റ് ആണ്. (1921) ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഹൈ ബർത്ത് റേറ്റ്, പിന്നെ ലോ, ഈ ഹൈ ഡെത്ത് റേറ്റ് മാറി ലോ ഡെത്ത് റേറ്റ് ആവും, ലോ ഡെത്ത് റേറ്റ്. പിന്നെ ഒരു അടുത്ത സ്റ്റേജ് ഉണ്ട്, ലോ ബർത്ത് റേറ്റും ഹൈ ഡെത്ത് റേറ്റും. This is the third stage. So I'm explaining this. സോ ഇന്ത്യയുടെ 1921 മുന്നേ
ഇന്ത്യയിലെ എന്താണ് ദർ വാസ് ഹൈ ബർത്ത് റേറ്റ്. ഇന്ത്യയിൽ ബർത്ത് റേറ്റും കൂടുതലായിരുന്നു, ഡെത്ത് റേറ്റ് മരണനിരക്കും കൂടുതലായിരുന്നു, ജനന നിരക്കും കൂടുതലായിരുന്നു. ബോത്ത് ഓഫ് ദം വാസ് ഹൈ. ആഫ്റ്റർ 1921 ഇന്ത്യ ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഹൈ ബർത്ത് റേറ്റ്, ഹൈ ഡെത്ത് റേറ്റ്. 1921 ശേഷമാണ് ഇന്ത്യ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. അതായത് ഇന്ത്യയിലെ ഡെത്ത് റേറ്റ് കുറഞ്ഞു, ഹൈ ബർത്ത് റേറ്റ്, ലോ ഡെത്ത് റേറ്റ് ആയി. സോ 1921 ശേഷം ഇന്ത്യ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷനിലേക്ക്. ഇതുവരെ ഈ തേർഡ് സ്റ്റേജിൽ ഇതിനെപ്പറ്റി നമ്മളിവിടെ പറയുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും 1921 മുമ്പേ ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആയിരുന്നു. സെക്കൻഡ് സ്റ്റേജിൽ 1921 ശേഷം ഇന്ത്യ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആയിരുന്നു. സോ ഈ സെൻസസിലൂടെ നമുക്ക് വേറെയും കുറെ കാര്യങ്ങൾ മനസ്സിലാവും. സോ ദർ ആർ സോ മെനി ഇൻഡിക്കേറ്റേഴ്സ്, സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, social development indicators like literacy, infant mortality rate, പിന്നെ ബർത്ത് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ കുറേ എന്തുണ്ട് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി, എന്താണ് ലിറ്ററസി എന്ന് വെച്ചാൽ സാക്ഷരത. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഫുള്ളായിട്ട് എഴുതാം അല്ലേ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ ഒരു ജനിച്ച കുട്ടി ആ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരിക്കാനുള്ള ചാൻസിനാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് 1000 കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ ആ ജനിച്ച കുട്ടിയിൽ എത്ര ആളുകൾ സർവൈവ് ചെയ്യുന്നു, എത്ര ആളുകൾ മരിച്ചു പോകുന്നു, അതാണ് മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ മരണനിരക്ക് എന്നുള്ള ഒരർത്ഥമാണ്. അപ്പൊ ഇൻഫന്റ് കുട്ടി, മോർട്ടാലിറ്റി മരണനിരക്ക്. അപ്പൊ കുട്ടിയുടെ മരണനിരക്ക് അപ്പൊ ചെറിയ കുട്ടികൾ, നമ്മൾ പ്രസവിച്ച ഉടനെയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ആ ചെറിയൊരു 1 to 2 years ആ സ്റ്റേജിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോകാനുള്ള ചാൻസിനെയാണ് നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. സോ ആ കുട്ടിയാകുമ്പോൾ തന്നെ അത് മരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ന്യൂട്രീഷൻസ് ഉണ്ടാവുന്നില്ല, ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടാവുന്നില്ല. അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് അതിൻ്റെ ഷോർട്ട് ഫോം IFR എന്നായിരിക്കില്ല, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് IMR എന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു പേര് പറയാറില്ല, എന്നാലും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. സോ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ലിറ്ററസി എന്ന് പറഞ്ഞാൽ സാക്ഷരത. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആയുർദൈർഘ്യം എത്രയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴേ ഏതാണ്ട് 68 വയസ്സ് വരെയെല്ലാം ഇന്ത്യയിലെ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്, ഏവറേജ് ഇന്ത്യക്കാരൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജപ്പാനിലെല്ലാം ആകുമ്പോൾ അത് 83ഓളം വരുന്നുണ്ട്. അപ്പോൾ ജപ്പാൻ്റെ എല്ലാം എന്താണ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇന്ത്യക്കാരെക്കാളും കൂടുതലാണ്. സോ നോർമലി ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുക എന്ന് പറയുമ്പോൾ കൂടാനുള്ള കാരണം എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ റീസൺസ് ഫോർ ദിസ് life expectancy, increase in life expectancy? Because good health facilities, good conditions to live, good environment to live. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുമ്പോഴാണ് ഈ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നത്. സോ ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ലൈഫ് എക്സ്പെക്ടൻസി ഈസ് വേ ടു ഹൈ. കാരണം അവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ഹോസ്പിറ്റൽ കെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെവലപ്ഡ് കൺട്രീസിൽ എന്താണ് ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലായിരിക്കും. ഡെവലപ്പിംഗ് കൺട്രീസിൽ അതിനേക്കാളും കുറവായിരിക്കും. അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസിൽ ലൈഫ് എക്സ്പെക്ടൻസി അതിലും കുറവായിരിക്കും. അതുപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ കുട്ടി മരിച്ചു പോകാനുള്ള കാരണം എന്തായിരിക്കും വെച്ചാൽ അവിടെ ദർ ഇസ് നോ ഗുഡ് ന്യൂട്രീഷൻ ഫോർ ദാറ്റ് ചൈൽഡ്, നോ ഗുഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഫോർ ചൈൽഡ്, ദ മദർ ഓഫ് ദാറ്റ് ചൈൽഡ് ഈസ് നോട്ട് ബീയിങ് ഗിവൺ ഗുഡ് ന്യൂട്രീഷൻ. ആ ഒരുപാട് അമ്മയ്ക്ക് എന്ത് കിട്ടുന്നില്ല, നല്ല ശുശ്രൂഷ കിട്ടുന്നില്ല, ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് എന്താവുന്നത്, ഒരു കുട്ടി മരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഒരു വലിയൊരു ഇൻഡിക്കേറ്റർ ആണ് എന്ത്, ഈ ലിറ്ററസി എന്ന് പറയുന്ന സാക്ഷരത കൂടിയ സ്ഥലത്ത് ഡെവലപ്മെന്റും കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് കേരളത്തിലെ സാക്ഷരത കൂടുതലാണ്, നേരെ മറിച്ച് ഇന്ത്യയെ അപേക്ഷിച്ച് പല സംസ്ഥാനങ്ങളിലും സാക്ഷരത കുറവാണ്. സോ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് എന്തുണ്ട്, ഒരു ഡെവലപ്മെന്റ് കൂടുതലുണ്ടാവും. സോ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റർ ആണ് എന്ത്, ലിറ്ററസി, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി, അങ്ങനെയുള്ള ഒരുപാട് indicators. So I was explaining the indicators. Literacy means സാക്ഷരത, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുട്ടി മരിക്കാനുള്ള ചാൻസ്, ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ ആയുർദൈർഘ്യം. സോ ഈ ലിറ്ററസി റേറ്റ് എല്ലാം ആ ടൈമിൽ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എന്തായിരുന്നു, വളരെ കുറവായിരുന്നു. ലിറ്ററസി റേറ്റ് ഇന്ത്യ വാസ് ഓൺലി 16% at that time. 16% ലിറ്ററസി റേറ്റ് ഇന്ത്യയിൽ ആ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ ഫീമെയിൽ ലിറ്ററസി റേറ്റ് എത്രയാണ്? ഫീമെയിലിൻ്റെ ലിറ്ററസി റേറ്റ്
7% ഉണ്ടായിരുന്നുള്ളൂ. അതായത് 100 സ്ത്രീകളിൽ 7 ആളുകൾക്ക് മാത്രമേ എഴുതാനും വായിക്കാനും അറിയായിരുന്നുള്ളൂ ആ ടൈമിൽ. ഈ 1921 ആ ഒരു സ്റ്റേജിൽ ഇന്ത്യയിലെ അവസ്ഥയാണ്. 16% ഓഫ് പീപ്പിൾ, ഓവറോൾ 16%, 100ൽ 16 ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയുള്ളൂ. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ എല്ലാം ലിറ്ററസി റേറ്റ് ഓൾമോസ്റ്റ് 100ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതായത് 95ൻ്റെ എല്ലാം മുകളിലാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അന്നത്തെ ഒരു അവസ്ഥയും തമ്മിൽ അന്തരാണ് ഞാൻ പറയുന്നത്. സോ ലിറ്ററസി റേറ്റ് വാസ് 16% അറ്റ് ദാറ്റ് ടൈം. ഫീമെയിൽ ലിറ്ററസി റേറ്റ് വാസ് ഓൺലി 7% അറ്റ് ദാറ്റ് ടൈം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന് വെച്ചാൽ ആ സമയം 218 ആയിരുന്നു. 218 ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ പറയുക എന്താണ്, ഔട്ട് ഓഫ് 1000 ആണ്. ഔട്ട് ഓഫ് 1000ലാണ് 1000 കുട്ടി ജനിക്കുമ്പോൾ 218 കുട്ടിയാണെന്ന് മരണപ്പെടുന്നത്. See, 1000, if there is a birth of 1000 child, 218 child out of 1000 was what? മരിച്ചു പോവാണ്. 218 ആളുകളുടെ ഡെത്ത് സംഭവിക്കുകയാണെന്ന് 1000 കുട്ടി ജനിക്കുമ്പോൾ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയാമോ? നൗ ഇറ്റ്സ് ഓൺലി വാട്ട് 44. അവർ 218 ഇപ്പോൾ ഏകദേശം 44 അല്ല 40 അടുപ്പിച്ചങ്ങനെ ഇന്ത്യയുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇപ്പോഴുള്ളൂ. ദാറ്റ് ഈസ് ഓൾസോ എ ബിഗ് വേൾഡ് രാജ്യങ്ങളെ അപേക്ഷിച്ച് 40 വലുതായിരിക്കാം, ബട്ട് ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ച്. പക്ഷേ ഈ 218 എന്നാണ് എന്താകുന്നത് ഇപ്പോൾ ഈ നൗ പ്രസൻറ്റ് ഈ 40ലേക്ക് നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നത്. അതുപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ ആയുർദൈർഘ്യം. ലൈഫ് എക്സ്പെക്റ്റൻസി ഈ 1921 എത്രയായിരുന്നു എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 44 ഇയേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അതായത് ഏവറേജ് ഇന്ത്യക്കാരൻ ഒരു 44 വയസ്സാകുമ്പോഴത്തേക്ക് ഒരുവിധ ഏവറേജ് ഇന്ത്യക്കാർ മരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ ആയുർദൈർഘ്യം അറ്റ് പ്രസൻറ്റ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ 68 68 വയസ്സ് വരെ ഒരു ഇന്ത്യക്കാരൻ ജീവിക്കുന്നുണ്ട്. സോ നമ്മൾ ആ സമയത്തുള്ള സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആ സമയത്തുള്ള ഹെൽത്ത് ഫെസിലിറ്റീസും വളരെ ലോ ആയിരുന്നു. ഹെൽത്ത് ഫെസിലിറ്റീസ് വാസ് പുവർ. ഈ ഹെൽത്ത് ഫെസിലിറ്റി പുവർ ആകുന്നത് കൊണ്ടാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിലും എല്ലാം സംഭവിക്കുന്നത്. ലൈഫ് എക്സ്പെക്ടൻസിക്കും ഈ ഹെൽത്ത് ഫെസിലിറ്റി വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. ബിക്കോസ് ഇഫ് അവർ ഹെൽത്ത് ഫെസിലിറ്റി ഈസ് ഗുഡ്, നമുക്ക് പ്രോപ്പർ ടൈമിൽ വാക്സിനേഷനും ആ കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ ആളുകൾ കൂടുതൽ സമയം ജീവിക്കും, കൂടുതൽ കാലം ജീവിക്കും. വേറെ ഹെൽത്ത് ഫെസിലിറ്റി വളരെ പുവർ ആകുമ്പോൾ ആളുകൾ പെട്ടെന്ന് മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഐ വാസ് സെയിങ് അബൌട്ട് ലൈഫ് എക്സ്പെക്ടൻസി. ലിറ്ററസി 16% ഓവറോൾ ഉണ്ടായിരുന്നുള്ളൂ. 7% അതിൽ ഫീമെയിൽ ലിറ്ററസി ഉണ്ടായിരുന്നുള്ളൂ. ലൈഫ് എക്സ്പെക്ടൻസി എന്താണ് അന്ന് 44 ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം, അതായത് ഈ സമയം നമുക്ക് ഇന്ത്യക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസി 68 ഉണ്ട്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 218 ആയിരുന്നു. 1000 കുട്ടി ജനിക്കും 218 ആൾ മരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതെന്തേ ഉള്ളൂ 40 ആളെ മരിക്കുന്നുള്ളൂ. സോ ഐ വാസ് സെയിങ് ദാറ്റ് ഐ വാസ് specifically talking about demographic transition, and this transition was നമുക്ക് ഈ ട്രാൻസിഷനെ കുറിച്ച് അറിയാൻ പറ്റുന്നത് സെൻസസിലൂടെയാണ്. In that census also we will get to know about some social development indicators, and we all discuss about the social development indicators like literacy, infant mortality rate, life expectancy, etc. So next we will be discussing about occupational sector. Occupational structure എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ത്യയിൽ തൊഴിൽ മേഖലയിലുള്ള എത്ര ആളുകൾ അഗ്രികൾച്ചറിലുണ്ട്, എത്ര ആളുകൾ മാനുഫാക്ചറിങ്ങിലുണ്ട്, എത്ര ആളുകൾ സർവീസിലുണ്ട് എന്നുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഇന്ത്യയുടെ തൊഴിൽ മേഖല എങ്ങനെയെല്ലാം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നതിനാണ് നമ്മൾ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ സെക്ടറിലാണ് 70 to 75%, ഇത് നമ്മൾ പറയുന്നത് ബ്രിട്ടീഷ് സമയമാണ്, ബ്രിട്ടീഷ് റൂളിൻ്റെ സമയം 70 to 75% ഓഫ് പീപ്പിൾ വാസ് ഓക്യുപ്പൈഡ് ഇൻ അഗ്രികൾച്ചർ ഓൺലി. There was only very less മാനുഫാക്ചറിങ്ങിൽ 10% ആളുകൾ മാത്രമേ മാനുഫാക്ചറിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. സർവീസ് സെക്ടറിൽ ഒരു 15 to 20%. സോ ഈ ഒരു അഗ്രികൾച്ചർ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. അഗ്രികൾച്ചർ എന്ന കൾട്ടിവേഷൻ നമുക്കറിയാം. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സർവീസസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻസ് ആവാം, റെയിൽവേസ് ആവാം, അങ്ങനെ കുറേ ട്രാൻസ്പോർട്ട് സർവീസ് ആവാം, അങ്ങനെ എന്ത് സർവീസ് ആയാലും ഈ സർവീസ് സെക്ടറിൽ ആകെ 15 മുതൽ 20% ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. മാനുഫാക്ചറിംഗിൽ വി ഹാഡ് ഓൺലി 10%. അഗ്രികൾച്ചറിലാണ് 70 to 75%. ഈ അഗ്രികൾച്ചറിലാണ് ഇന്ന് പ്രിഡോമിനൻ്റ്ലി ആളുകൾ ഇന്ത്യയിൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നത് ആ സമയം ബ്രിട്ടീഷ് റൂളിൻ്റെ സമയം അഗ്രികൾച്ചർ തന്നെയാണ്. ബട്ട് ഈ അഗ്രികൾച്ചറിൽ എന്തുണ്ടാവില്ല,
ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. മീൻസ് ഒരുപാട് എക്കണോമിക്ക് ഒരുപാട് വലിയ ഗുണങ്ങളൊന്നും ഈ അഗ്രികൾച്ചറിനെ കൊണ്ട് ഉണ്ടാവില്ല. എക്കണോമിക്ക് വലിയ രീതിയിൽ ഗുണം ഉണ്ടാവണമെങ്കിൽ മാനുഫാക്ചറിങ്ങിലും സർവീസ് സെക്ടറിലും എന്താണ് കൂടുതൽ ആളുകൾ ജോലിക്ക് ഉണ്ടാവുകയും അതിലൂടെ ഔട്ട്പുട്ട് കിട്ടുന്നത് കൂടുതലാവുകയും വേണം. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒക്യുപ്പേഷണൽ സെക്ടറിൽ തന്നെ ഒരു റീജിയണൽ വേരിയേഷൻസ് ആണ്. ഈ മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഇൻക്ലൂഡ് പ്രസന്റ് ഡേ കേരള, തമിഴ്നാടു, Andhra Pradesh, that whole thing was known as Madras Presidency. We have seen a decline in agriculture and increase in manufacturing and services. അതായത് മദ്രാസ് പ്രസിഡൻസിയിൽ എന്താവുക, നമ്മൾ ആ ഒരു റീജിയനിൽ അഗ്രികൾച്ചറിലേക്ക് ആളുകൾ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. ആ കുറഞ്ഞു വരുന്ന ആളുകൾ എന്താണ് മാനുഫാക്ചറിങ്ങിലേക്കും സർവീസിലേക്കും മാറുകയാണ്. നേരെ കുറച്ച് ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് ഈ റീജിയനിലെല്ലാം അഗ്രികൾച്ചറിലേക്ക് ഒക്യുപ്പൈ ചെയ്യുന്ന ആളുകൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഐ സെഡ് just mentioned about some regional variation. In Madras Presidency we were experiencing a decline in agricultural occupation and an increase in manufacturing and service sector, and whereas also in Orissa, Rajasthan and Punjab we were witnessing an increase in occupation of agriculture. And I said the India's occupational structure was agriculture, manufacture, service. 70 to 75% of people depended on agriculture and rest of them depended on manufacturing and service sector. So next thing we will want to discuss is what infrastructure. Infrastructure railways, post, telegraph, road, പിന്നെ inland waterways, ഇങ്ങനെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിന് കുറച്ച് ഫെസിലിറ്റീസ് ആണ്. റോഡുകൾ ഉണ്ടാവുക, പോർട്ടുകൾ ഉണ്ടാവുക, പോർട്സ്, ഇങ്ങനെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ബ്രിട്ടീഷ് റൂളിൽ എന്ത് വന്നിട്ടുണ്ട്. ദർ വാസ് ലോട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിങ് അപ്പ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ഉണ്ടാക്കുന്നുണ്ട്, പോർട്സ് ഉണ്ടാക്കുന്നുണ്ട്, ടെലിഗ്രാഫ് ഉണ്ടാക്കുന്നുണ്ട്, റോഡ് ഉണ്ടാക്കുന്നുണ്ട്, പോസ്റ്റൽ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ബ്രിട്ടീഷേഴ്സ് ഉണ്ടാകുന്നുണ്ട്, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഓൾ ഇൻഫ്രാസ്ട്രക്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ വാസ് നോട്ട് ടു സെർവ് ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടൊന്നല്ല ഇവർ ഉണ്ടാക്കുന്നത്. ബിക്കോസ് they made this infrastructure to serve Britishers only, to serve Britishers only. അതായത് ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ ഒരു വില്ലേജിൽ നിന്ന് കളക്ട് ചെയ്യണം. ആ റോ മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട് നിയറസ്റ്റ് പോർട്ടിലേക്കോ അല്ലെങ്കിൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്കോ കൊണ്ടുപോകണമെങ്കിൽ നല്ല റോഡുകൾ നമുക്ക് വേണം. നല്ല റോഡുകൾ വേണം. ഇപ്പോൾ ഇന്ത്യ മൊത്തം ഈ ബ്രിട്ടീഷേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നല്ല പോസ്റ്റൽ സർവീസ് വേണം. പിന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ടെലിഗ്രാഫ് വേണം, ഈ കമ്പി അടിക്കുക എന്നെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ നല്ല പോർട്സും ഈ നല്ല തുറമുഖങ്ങൾ ഉണ്ടെങ്കിലേ വലിയ വലിയ കപ്പലുകൾക്ക് വരാൻ പറ്റുമോ. വലിയ വലിയ കപ്പലുകൾ വന്നാലേ വലിയ ചരക്കുകൾ പോകാൻ പറ്റും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് വാസ് ദ എയിം ഓഫ് ബ്രിട്ടീഷേഴ്സ് ടു develop the infrastructure to serve them only, not to serve Indians. ഇന്ത്യക്കാരോടുള്ള സ്നേഹം കൊണ്ടോ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടോ അല്ല അവർ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അവരുടെ കച്ചവടം എളുപ്പത്തിലാക്കാനും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഈസി ചെയ്യാനും അവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെ എളുപ്പത്തിനും വേണ്ടിയിട്ടെല്ലാം അവരെന്താക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ റെയിൽവേ ഒരു 1850 ആദ്യമായി റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുംബൈ തൊട്ട് താനെ വരെയുള്ള ഫസ്റ്റ് ട്രെയിൻ നമുക്കറിയാം. റെയിൽവേസ് ഇന്ത്യയിൽ 1850 ബ്രിട്ടീഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ബൈ ദ ഇൻട്രൊഡ്യൂസിങ് ഓഫ് റെയിൽവേ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പ്രധാനമായിട്ട്. ഒന്ന്, റെഡ്യൂസ് ദ ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് ആണ്. ഈ ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ,
അതായത് ഒരാളങ്ങ് ദൂരെയാണ് അല്ലെങ്കിൽ ഒരു സാധനം ദൂരെയാണ്, അതുകൊണ്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ദൂരം കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ദൂരെ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല, ദൂരെ ആയതുകൊണ്ട് സാധനം കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെയുള്ള ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഈ റെയിൽവേ വരുന്നതിലൂടെ എന്താവുകയാണ്, ഇല്ലാതായി പോവാണ്. പിന്നെ കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഒരാളുകൾ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുമ്പോൾ there will be specific culture to that, whereas when people start traveling there will be mingling of cultures and people will mingle and their new cultures will also mingle. So the railways facilitated, they reduced the geographical and cultural barriers. There was one of other thing railways did was commercialization of agriculture. Commercialization of agriculture. ഈ അഗ്രികൾച്ചറിൻ്റെ കൊമേഴ്സ്യലൈസേഷൻ ആണ്. സോ വാട്ട് ദിസ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ വിച്ച് ലീഡ് ടു the reduction in self-sufficiency of villages. സോ എന്താണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ, റെയിൽവേസ് ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു ജോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് അവർ റെഡ്യൂസ് ചെയ്തു. രണ്ടാമത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചറിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വില്ലേജിൽ ഇമാജിൻ എ ഗുഡ് ഈസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ വില്ലേജ്. ഒരു വില്ലേജിൽ ഒരു അരിയോ അല്ലെങ്കിൽ വീറ്റോ ഉണ്ടാക്കുന്നു. അത് മൂവ് ചെയ്യാനുള്ള ഒരു വലിയ രീതിയിൽ അരിയായാലും വീറ്റായാലും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മളെ കയ്യിലില്ല. സോ അതുകൊണ്ട് തന്നെ ആ അരിയും ആ വീറ്റും എല്ലാം തന്നെ ആ വില്ലേജിൽ തന്നെ വിറ്റഴിക്കപ്പെടും. അപ്പോൾ ആ വില്ലേജേഴ്സിന് വാങ്ങാൻ പറ്റുന്നൊരു വിലയും ആ വില്ലേജേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയെ എന്തുണ്ടാവും, ഒരു പ്രൈസേ ഈ വീറ്റിനും റൈസിനും ഉണ്ടാവും. ബിക്കോസ് കാരണം എന്താ, അവിടെ അത് വിറ്റ് പോയിട്ടില്ലെങ്കിൽ വേറെ എവിടെ അത് വിറ്റ് പോവില്ല. കാരണം അവിടെ ഒരു വീറ്റും റൈസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വില്ലേജിനും വേണ്ടിയിട്ടാണ് ആ വീറ്റും റൈസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് റെയിൽവേസ് വന്നതിലൂടെ എന്താണ് ഒരു കൊമേഴ്ഷ്യലൈസേഷൻ സംഭവിച്ചത്. അതായത് ഫ്രീ മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഫ്രീ എന്ന് പറയുമ്പോൾ തടസ്സങ്ങളില്ലാതെ എന്നുള്ളതാണ്, അല്ലാതെ ഫ്രീ ആയിട്ട് എന്നല്ല. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മൂവ്മെൻറ്റ്സ് എന്തായി കുറേ കൂടി ഫ്രീ ആയിട്ട് നടക്കാൻ തുടങ്ങി. അതിലൂടെ എന്തായത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് പിന്നെ ഈ വില്ലേജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അരിയും വീറ്റും വേറെ വില്ലേജിലും പോയി വിൽക്കാം, അല്ലെങ്കിൽ വേറെ ഒരു കൊമേഴ്ഷ്യൽ മാർക്കറ്റിലേക്ക് വിൽക്കാനാവുന്ന ഒരു ഓപ്ഷൻസ് റെയിൽവേ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ എന്തായി, ഈ വില്ലേജേഴ്സിനും വേണ്ടിയിട്ടല്ല പിന്നെ അരി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് വില്ലേജസിൻ്റെ സെൽഫ് സഫിഷ്യൻസി എന്തായി, കൊമേഴ്ഷ്യലൈസേഷൻ കാരണം കുറഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇമാജിൻ ചെയ്യുക, ആ ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അരിയും വീറ്റും ആ സ്ഥലത്ത് തന്നെ വിറ്റ് പോകുന്നതാണ്. സോ അതുകൊണ്ട് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു വില അതിനുണ്ടാവും. നേരെ മറിച്ച് ഇപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ വന്നതുകൊണ്ട് തന്നെ പുറത്ത് വിൽക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവർക്ക് വാങ്ങാനാവുന്നതിനും വലിയ വില കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ വില്ലേജേഴ്സിന് എന്തുണ്ടായില്ല, ഈ റൈസ് ആൻഡ് വീറ്റിൻ്റെ എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ അവരുടെ ഒരു സെൽഫ് സഫിഷ്യൻസി അവിടെ എന്താണ് കുറയാണ് ഈ റെയിൽവേസ് വരുന്നതിലൂടെ. പിന്നെ നമ്മൾ റെയിൽവേസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ വൺ തിങ് ദേ ട്രൈഡ് വാസ് ഇൻലൻഡ് വാട്ടർ വേസ്. റോഡുകൾ അവർ ഉണ്ടാക്കുന്നതായിരുന്നു നല്ല രീതിയിൽ. വാട്ടർ വേസ് ഉണ്ടാക്കി, അതായത് കനാലുകൾ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കനാലുകൾ, പിന്നെ അതുപോലെ ആ രീതിയിൽ തോടുകൾ, അവരുടെ വലിയ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഇൻലൻഡ് വാട്ടർ വേസ് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി. ബട്ട് ദാറ്റ് ഇൻലൻഡ് വാട്ടർ വേസ് വാസ് നോട്ട് സോ സക്സസ്ഫുൾ. Inland waterways not so successful. അത് ഒരുപാട് സക്സസ് ആയിരുന്നില്ല. കാരണം എന്താണ്, ഈ റോഡ്സ് അതിന് പാരലായിട്ട് തന്നെ പോകുന്നുണ്ട്. ഈ റിവറിനും ഇതിനെല്ലാം പാരലായിട്ട് റോഡ്സ് പോകുന്നുണ്ട്. അപ്പം ചില ആളുകൾ റോഡ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇൻലൻഡ് വാട്ടർ വേസ് വലിയ രീതിയിൽ ഒരു സക്സസ് ആയിരുന്നില്ല ഇന്ത്യയിൽ. പിന്നെ പോസ്റ്റൽ സർവീസ് ഉണ്ടായിരുന്നു. പോസ്റ്റൽ സർവീസ് എന്താണ്, ഇറ്റ് സെർവ്ഡ് എ പർപ്പസ് ബട്ട് ഇറ്റ് വാസ് നോട്ട് അഡിക്വേറ്റ്. ഇന്ത്യക്ക് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ഇന്ത്യയുടെ റൂറൽ വില്ലേജസിനെ എല്ലാം ിലേക്ക് എത്തുന്ന രീതിയിലോ അങ്ങനെയൊന്നും വലിയ രീതിയിലൊന്നും പോസ്റ്റൽ സർവീസ് ഒരുപാട് വൈഡല്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് അഡിക്വേറ്റ്. ബട്ട് ഉണ്ടായിരുന്നു, ബട്ട്
ഇന്ത്യക്ക് മൊത്തം ഇന്ത്യയെ സെർവ് ചെയ്യുന്ന ഒരു പർപ്പസിലേക്കൊന്നും പോസ്റ്റൽ സർവീസ് വന്നിരുന്നില്ല. പിന്നെ ടെലിഗ്രാഫ് പൊതുവെ ലോ ആൻഡ് ഓർഡറിൻ്റെ മെയിൻ്റനൻസിനും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. സോ ദിസ് ഓൾ തിങ്സ് വാട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ റെയിൽവേനെ കുറിച്ച് പറഞ്ഞു. റെയിൽവേ ചെയ്ത 2 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ജോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് കുറച്ചു. അതുപോലെ തന്നെ വില്ലേജസിൻ്റെ സെൽഫ് സഫിഷ്യൻസി ഇല്ലാതാക്കുന്നതിലും എന്താണ് റെയിൽവേസ് വന്നു. ഇൻലൻഡ് വാട്ടർവേസ് വാസ് നോട്ട് സോ സക്സസ്ഫുൾ ബിക്കോസ് ദർ വാസ് പാരലൽ റോഡ്സ് ആൻഡ് ഓൾ. ഇൻലൻഡ് വാട്ടർവേസ് വാസ് നോട്ട് സക്സസ്ഫുൾ. ദ പോസ്റ്റ് വാസ് നോട്ട് ഇൻഅഡ്വക്കേറ്റ് ആൻഡ് ടെലിഗ്രാഫ് served a purpose for law and administration. And these all things we discussed in infrastructure. So by the time India get independence, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നപ്പോഴത്തേക്ക് ഇന്ത്യയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. വി ഡിസ്കസ്ഡ് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഇന്ത്യയുടെ ആ ഒരു അവസ്ഥ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ ഇന്ത്യയുടെ പല പല സെക്ടേഴ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയത്. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ സെക്ടറിൽ എന്താണ് ഒരു ലോ പ്രൊഡക്ടിവിറ്റിയും ഹൈ ലേബർ, കൂടുതൽ ആളുകൾ ജോലിക്കുണ്ട്, എന്നാൽ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ് അഗ്രികൾച്ചറിൽ. ഇൻഡസ്ട്രിയലൈസേഷൻ വാസ് സ്റ്റാർവിങ് ഫോർ മോഡേണൈസേഷൻ. ഇൻഡസ്ട്രിയിൽ പുതിയ പുതിയ ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുതിയ മോഡേൺ ടെക്നോളജിക്ക് വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായിരുന്നു. ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് വെറും ഒരു ബ്രിട്ടനിലേക്ക് മാത്രമല്ല മറ്റ് പുറം രാജ്യങ്ങളിലേക്കും കൂടെ വ്യാപിപ്പിക്കണം എന്നുള്ള രീതിയിൽ നമുക്കുണ്ട്. ഡെമോഗ്രാഫിക് ട്രാൻസിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വളരെ താഴെയായിരുന്നു ഇന്ത്യയിൽ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ നമ്മൾ ഒക്യുപേഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് വന്നത് ഓവർ ഡിപ്പെൻഡൻസി ഓൺ അഗ്രികൾച്ചറിലാണ് 70-75% ആളുകളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ ഈ റെയിൽവേസും റോഡ്സും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ റൂറൽ വില്ലേജസിലേക്കൊന്നും ഒരുപാടൊന്നും വന്നിട്ടില്ല. ഈ ഇൻഫ്രാസ്ട്രക്ചർ മൂവ് ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻ എ നട്ട്ഷെൽ എന്താണ്, ഈ ഇന്ത്യൻ എക്കണോമി വാസ് ഫേസിങ് എ ലോട്ട് ഓഫ് ചലഞ്ചസ്. ഇന്ത്യൻ എക്കണോമി വാസ് ഫേസിങ് എ ലോട്ട്സ് ഓഫ് ആൻഡ് ഇനോമസ് ചലഞ്ചസ് വാസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അറ്റ് ദ time of independence. So by this we come to an end of this chapter. So remember that we discussed about this Indian independence ന്റെ അവസ്ഥയാണ്. ആ അവസ്ഥ നമ്മൾ എന്താക്കുകയാണ്, ഡിവൈഡ് ചെയ്തിട്ട് അഗ്രികൾച്ചറിനെ കുറിച്ച് പറഞ്ഞു, അഗ്രികൾച്ചറിൽ സ്റ്റാഗ്നേഷനെ കുറിച്ച് പറഞ്ഞു, ഇൻഡസ്ട്രീൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു. അതിൽ ഈ ബ്രിട്ടീഷേഴ്സിൻ്റെ ആ 2-fold ഒബ്ജക്റ്റീവ്, ഇന്ത്യയെ ഒരു റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതായിട്ടും പിന്നെ അവരുടെ ഫിനിഷ് ഗുഡ് മാർക്കറ്റ് ആയിട്ട് മാത്രം ഇന്ത്യയെ കാണുന്ന ഒരു ഒബ്ജക്റ്റീവിന് പറഞ്ഞു. പിന്നെ ഫോറിൻ ട്രേഡ്, സൂയിസ് കനാലിൻ്റെ വരവോടുകൂടി ഫോറിൻ ട്രേഡിലുണ്ടായ ഫെസിലിറ്റേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ലിറ്ററസി റേറ്റ്, infant mortality rate and life expectancy. All these indicators, we compared the numbers of 1921 at the time of discussion, and we discussed about occupational structure, and also we discussed about various infrastructure facilities like what railways did to Indian villages and what happened to this, how adequate was postal and telegraph services and all. These all things we have discussed in this chapter. By this we are concluding this session. Okay guys, study well, score good marks. Thank you.